അമേരിക്കൻ സംസ്ഥാനമായിട്ടുള്ള ജോർജിയ. ഈ ജോർജിയയിലെ കോവിങ്ടൺ വിമാനത്താവളത്തിൽ ഉണ്ടായ ഒരു ദാരുണമായിട്ടുള്ള വിമാനാപകടം. ഈ വിമാനാപകടത്തിൽ 2 പേർ മരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിമാനാപകടം വാർത്തകളിൽ ഇടം നേടുന്നത് വേറൊരു കാര്യത്തിൻ്റെ പേരിലാണ്. എന്താണ് ഇതെന്നല്ലേ? യഥാർത്ഥത്തിൽ ഈ വിമാനാപകടം നടന്നതിനെക്കുറിച്ച് ഒരാൾ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. എക്സിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ആ ആളുടെ പേരാണ് മെഹദി ഹസൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ്. ഈ മെഹദി ഹസൻ എന്ന് പറയുന്നത് കടുത്ത മൗലികവാദിയായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ബ്രിട്ടീഷ് അമേരിക്കൻ ഇസ്ലാമിസ്റ്റ് ജേർണലിസ്റ്റ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഈ മെഹദി ഹസൻ്റെ എക്സിലെ ഒരു പോസ്റ്റാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അദ്ദേഹം ഈ വിമാനം തകർന്നു വീണ് 2 പേർ മരിച്ച വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് അമേരിക്കൻ വിമാനങ്ങൾ ഇനിയും തകർന്നു വീഴട്ടെ എന്നാണ് കുറിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിമാനങ്ങൾ വീണ്ടും തകർന്നു വീഴട്ടെ എന്ന ഇയാളുടെ ഈ കുറിപ്പിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയയിലെ കോവിങ്ടൺ വിമാനത്താവളത്തിൽ ഉണ്ടായ അപകടത്തെ ഇയാൾ അപമാനിച്ചു, മരണപ്പെട്ടവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ പല ആൾക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഓൺലൈനിൽ കനത്ത വിമർശനം വന്നതിനെ തുടർന്ന് ഹസൻ തൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് പിന്മാറാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഇതൊരു പരിഹാസ ട്വീറ്റാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഇയാൾ രംഗത്തെത്തിയിരുന്നു. ഈ പോസ്റ്റിലൂടെ ഇസ്ലാമോഫോബിയയെ ഞാൻ നേരിടുകയാണ് ചെയ്യുന്നതെന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം കാരണമല്ല ആ വിമാനം തകർന്നു വീണതെന്നും അങ്ങനെ ഇസ്ലാമോഫോബിയെ നേരിടാനായി ഞാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളൊരു വിചിത്രവാദം പിന്നീട് ഇയാൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഞാനിട്ട ട്വീറ്റ് വളരെ മോശമായി എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കാരണം ഈ ട്വീറ്റ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രദ്ധയിൽ വരെ എത്തിക്കാനുള്ള നീക്കങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായതായി ഇയാൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ ഈ ട്വീറ്റ് എത്തിക്കഴിഞ്ഞാൽ തന്നെ നാട് കടത്തിക്കളയുമോ എന്ന ഭയത്തിന്മേലായിരിക്കാം ചിലപ്പോൾ ഇയാൾ പിൻവലിച്ചത് എന്നും നമുക്ക് പറയാം. എന്തായാലും വീണ്ടും പോസ്റ്റ് ചെയ്തതിന് മറ്റുള്ളവരെ അദ്ദേഹം കുറ്റപ്പെടുത്തി. അതായത് ഇയാൾ പിൻവലിച്ച പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വീണ്ടും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് മറ്റുള്ളവരെ അദ്ദേഹം കുറ്റപ്പെടുത്തി. വീണ്ടും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തന്നെ എല്ലാവരും തീവ്രവാദികളെന്ന് വിളിക്കുന്നതും എന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ ഇയാളുടെ നേരത്തെയുള്ള ഒരു പോസ്റ്റ് ഇത്തരത്തിലായിരുന്നു: മുസ്ലിം അല്ലാത്തവരെല്ലാം തന്നെ കാഫിർ അനിമൽസ്, അതായത് കാഫിറായിട്ടുള്ള മൃഗങ്ങളാണ് എന്നാണ് ഇയാളുടെ നേരത്തെയുള്ള വളരെ വിവാദമായിട്ടുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത്. അങ്ങനെ പരാമർശിച്ച മെഹദി ഹസൻ എന്ന് പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകനാണ് ഇതും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇയാളെ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമിക പ്രസംഗങ്ങളുടെ പേരിൽ, കടുത്ത തീവ്രമായിട്ടുള്ള ഇസ്ലാമിക പ്രസംഗങ്ങളുടെ പേരിൽ കുറേ കാലം ഇയാളെ പല പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.